നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണ സമിതി, പ്രകടന പത്രികാ സമിതി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ്. രമേശ് ചെന്നിത്തല പ്രചാരണ സമിതി അധ്യക്ഷനാകും. ശശി തരൂർ സഹ അധ്യക്ഷനാണ്. ഷാഫി പറമ്പിൽ MP പ്രചാരണ സമിതി കൺവീനറാകും. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. നോബിൾ, തിരക്കിട്ട ചർച്ചകൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ചില സമിതികളെ കൂടി പ്രഖ്യാപിക്കുന്നു. അതിൽ ശശി തരൂരിനും ഇടം കിട്ടുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സമിതികൾ ഏതൊക്കെ? ആ സമിതിയെ നയിക്കാൻ പോകുന്നത് ആരൊക്കെ? നോബിൾ മാരിക്കാരൻ. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമിതികളാണ് കോൺഗ്രസ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് പ്രചാരണ സമിതിയും മറ്റൊന്ന് പ്രകടന പത്രികാ സമിതിയുമാണ്. പ്രചാരണ സമിതി ചെയർമാൻ ആ പദവിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നു. അതിന്റെ ഉപാധ്യക്ഷനായി ഇപ്പോൾ ശശി തരൂരിനെ വെച്ചിരിക്കുന്നു. ശശി തരൂരും കോൺഗ്രസ് തമ്മിൽ ഏറെ ഉടക്കി നിൽക്കുകയായിരുന്നു. അതിന് പിന്നാലെ തരൂരിന് ഒരു സുപ്രധാന പദവി നൽകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതികളിൽ ഒന്നുകൂടിയാണ് പ്രചാരണ സമിതി എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയായിരുന്നു ഈ പ്രചാരണ സമിതി ചെയർമാൻ അധ്യക്ഷ സ്ഥാനം ഉണ്ടായത്. എന്തായാലും ആ പ്രധാനപ്പെട്ട പദവിയിൽ രമേശ് ചെന്നിത്തല എത്തുമ്പോൾ അതിന്റെ ഉപാധ്യക്ഷനായി ശശി തരൂരിനെ വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, പ്രചരണ സമിതി കൺവീനർ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിലാണ് ഇപ്പോൾ കോൺഗ്രസ് വെച്ചിരിക്കുന്നത്. ഹൈബി ഈഡൻ, റോജി M. ജോൺ, TR മഹേഷ്, മാത്യു കോയനാട്, രമ്യ ഹരിദാസ്, M. ലിജു, DP മേരി വർഗീസ് എന്നിവർ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. മറ്റു പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് മാനിഫെസ്റ്റോ കമ്മിറ്റിയാണ്, അതായത് പ്രകടന പത്രിക കമ്മിറ്റിയാണ്. ഈ പ്രകടന പത്രിക കമ്മിറ്റി അധ്യക്ഷനായി ബെന്നി ബെഹനാനെ വെച്ചിരിക്കുന്നു. അതിന്റെ ഉപാധ്യക്ഷൻ കൊടുക്കുന്നത് സുരേഷ് MP ആണ്. അതോടൊപ്പം MP ഡീൻ കുര്യാക്കോസ്, ജെബി മേത്തർ എന്നിവരും ഈ കമ്മിറ്റി അംഗങ്ങളാണ്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് സമിതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് അതിവേഗം കടക്കുകയാണ് എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതായുണ്ട്. കാരണം ഇനിയിപ്പോൾ പ്രചാരണം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ വെക്കും എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് സമിതികൾ ഇപ്പോൾ രൂപീകരിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കും. പ്രചാരണ സമിതി അധിഷ്ഠാനത്തേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് എന്നുകൂടി എടുത്തു പറയേണ്ടതായുണ്ട്. നോബിൾ, ഇനി 22-ാം തീയതി നടക്കാൻ പോകുന്ന യോഗവും പ്രധാനമാണ്. ഇനി സമയമില്ല, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. തിരക്കിട്ട ചർച്ചകൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കടക്കം വേഗത്തിൽ കടക്കാനുള്ള നീക്കം കോൺഗ്രസ് ഊർജിതമാക്കുന്നുണ്ട്. ആലോചനകളൊക്കെ അന്തിമഘട്ടത്തിൽ, അല്ലേ നോബിൾ? തീർച്ചയായും റീജിത്ത്, എത്രയും വേഗം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ഒരു നീക്കം. അതിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഈ മാസം 22-ന് ദില്ലിയിൽ വിളിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ കേരളത്തിനടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ക്ഷണിക്കും. പ്രത്യേകിച്ച് KPC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ, പ്രോത്സാഹന സമിതി അംഗങ്ങൾ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. MP-മാരും പങ്കെടുക്കും എന്നാണ് സൂചനയുള്ളത്. ഏതാണെങ്കിൽ അത്തരത്തിൽ അതിവേഗം സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നാണ് കോൺഗ്രസിന് നീക്കം. നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയത് സിറ്റിംഗ് MLA മാർ, പ്രത്യേകിച്ച് K. ബാബു ഒഴികെ, രാഹുൽ മാങ്കൂട്ടം ഒഴികെയുള്ള ആളുകൾ, പുതിയ ആളുകൾ മത്സരരംഗത്തേക്ക് വരും. ആ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും സിറ്റിംഗ് MLA-മാരെ പ്രഖ്യാപിക്കും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. എന്താണെങ്കിലും അതിവേഗ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കോൺഗ്രസ് കടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇനിയിപ്പോൾ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി അതിന് പിന്നാലെ പട്ടിക പ്രഖ്യാപനത്തിലേക്ക് പോകാനായി കോൺഗ്രസ് ശ്രമിക്കുക. ശരി, കോൺഗ്രസ് അതിവേഗത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണ സമിതിയെയും പ്രകടന പത്രികാ സമിതിയെയും പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. രമേശ് ചെന്നിത്തലയാണ് പ്രചാരണ സമിതിയെ നയിക്കാൻ പോകുന്നത്. പ്രചാരണ സമിതിയുടെ അധ്യക്ഷനാകാൻ പോകുന്നത് ശശി തരൂർ സഹ അധ്യക്ഷനായിരിക്കും. അതുപോലെ ഷാഫി പറമ്പിൽ MP പ്രചാരണ സമിതി കൺവീനറാകും. നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.